പേര് ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ ആണെങ്കിലും ദൈവങ്ങൾക്കിവിടെ രക്ഷയില്ല. ദൈവങ്ങളുടെ കോണകം പോലും അടിച്ചുമാറ്റുന്ന അവതാരങ്ങളുടെയും ദിവ്യന്മാരുടെയും നാടായി കേരളം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ പാടുപെടുമ്പോഴാണ് അടുത്ത പണി. ഇത്തവണ പണി ആനയുടെ രൂപത്തിലാണ്. ഏതൊക്കെ തരത്തിലും വ്യത്യസ്ത രൂപത്തിലും അഴിമതി കാണിക്കാമെന്ന് കാണിച്ചു തന്ന് കേരളത്തെ ദിവസേന ഞെട്ടിക്കുകയാണ് പിണറായി വിജയൻ ഗവൺമെന്റ്. കേരളത്തിലെ അമ്പലങ്ങൾ അവർ കൊള്ളസങ്കേതങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. മിണ്ടാപ്രാണികളെ വെച്ചുപോലും അഴിമതി കലർത്തിയ ദേവസ്വം ബോർഡിന്റെ കായംകുളം കൊച്ചുണ്ണി നമ്മുടെ സ്വന്തം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു തന്നെ. സ്വർണത്തിന്റെ കാര്യത്തിൽ ആരോപണവിധേയനായി സസ്പെൻഷനിലിരിക്കുന്നതേ ഉള്ളൂ, അപ്പോഴേക്കും അടുത്ത ഐറ്റം റെഡി. ഇദ്ദേഹം വെറുമൊരു ഉദ്യോഗസ്ഥൻ മാത്രമല്ല, ഏറ്റുമാനൂരിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായും അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറായും തിരുനക്കരയിൽ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറായും ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. പലപ്പോഴും ഉത്സവകാലത്ത് സ്പെഷ്യൽ ഓഫീസർ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കെ തന്നെ ബോർഡിന്റെ മൗനാനുവാദത്തോടെ ആന എഴുന്നള്ളിപ്പുകൾക്ക് ഒരു കോൺട്രാക്ടറെ പോലെ അദ്ദേഹം പ്രവർത്തിച്ചുവെന്നാണ് പ്രധാന ആരോപണം. ഈ ആന തട്ടിപ്പ് മോഡൽ വളരെ ലളിതമാണ്. തിടമ്പേറ്റാൻ സാധാരണ ഒരു കൊമ്പൻ ആനയേ ഉണ്ടാകൂ. എന്നാൽ ഈ ഒരു ആനയ്ക്കു വേണ്ടി പണം മുടക്കാൻ 10ഉം 50ഉം സ്പോൺസർമാർ വരി നിൽക്കുകയാണ്. നമ്മുടെ തട്ടിപ്പ് ഓഫീസർ ആരെയും നിരാശരാക്കില്ല, എല്ലാവരിൽ നിന്നും പണം വാങ്ങും. ഒരാന പല സ്പോൺസർമാർ. ഡിവൈൻ ടൈം ഷെയറിംഗ് അഥവാ പുണ്യം പങ്കിടൽ പദ്ധതി. സ്പോൺസർമാരിൽ നിന്ന് ഓരോ എഴുന്നള്ളിപ്പിനും വലിയ തുകയാണ് ഏക്കത്തുകയായി സംഘാടകർ വാങ്ങുന്നത്. ഭക്തി കൂടുന്നതനുസരിച്ച് ഏക്കത്തുകയും കൂടും. എന്നാൽ ഈ തുകയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് യഥാർത്ഥത്തിൽ ആനയുടെ ഉടമകൾക്ക് പ്രതിഫലമായി കൊടുക്കുന്നത്. ബാക്കി വരുന്ന ഭീമമായ തുക ബാബു സാറിന്റെ പോക്കറ്റിൽ. ഈ തട്ടിപ്പു പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സ്പോൺസർ മറ്റേ സ്പോൺസറെ അറിയില്ല എന്നതാണ്. എല്ലാവരും തങ്ങളാണ് ആനയെ എഴുന്നള്ളിച്ചതെന്ന പാവനമായ വിശ്വാസത്തിൽ സംതൃപ്തരായി മടങ്ങുന്നു. സ്പോൺസർക്ക് പുണ്യം, ഭക്തർക്ക് അനുഗ്രഹം, ആനയ്ക്ക് തിടമ്പ്, ദേവസ്വത്തിന് വഴിപാടുകാശ്, കൊച്ചുണ്ണിക്ക് ലക്ഷങ്ങൾ. എന്താലേ നവോത്ഥാനം! വൈക്കത്ത് മാത്രം ഉത്സവകാലത്ത് 83 ആനകളെ എഴുന്നള്ളിപ്പുകളിൽ ഉപയോഗിക്കാറുണ്ട്. ഏറ്റുമാനൂരിലും തിരുനക്കരയിലും കുറഞ്ഞത് 58 ആനകളെയെങ്കിലും ഉപയോഗിക്കുന്നു. ഇത്രയധികം എഴുന്നള്ളിപ്പുകളിൽ ഒരേ തട്ടിപ്പ് ആവർത്തിക്കുമ്പോൾ ഓരോ ഉത്സവകാലത്തും ബാബുസാർ തട്ടിയെടുത്ത ലക്ഷങ്ങളുടെ കണക്ക് കൂട്ടിയാലും തീരില്ല. ഇതിനെല്ലാം ദേവസ്വം ബോർഡിന്റെ ഒരു മൗനാനുവാദം കൂടി കിട്ടിയാൽ പിന്നെയെല്ലാം ഭദ്രം. എഴുന്നള്ളിക്കാത്ത ആനയ്ക്ക് കാശ്. പണ്ട് വീണമോൾ കൊടുക്കാത്ത സേവനത്തിന് കാശ് മേടിച്ച പോലെ. കട്ട കാശായാലും GST അടച്ചാൽ മതിയെന്ന് വീണമോളുടെ അച്ഛൻ തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പെരുന്ന പോപ്പ് കലിപ്പിലാണ്. പെരുന്ന NSS 4290 നമ്പർ കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം മുരാരി ബാബുവിനായിരുന്നു. പോപ്പുടൻ തന്നെ കമ്മിറ്റി വിളിച്ചുകൂട്ടി മുരാരി ബാബുവിനെ വിളിച്ചുവരുത്തി ഒരു A4 ഷീറ്റിൽ 4 വരിയിൽ രാജിക്കത്തെഴുതി വാങ്ങി. അമ്പലക്കള്ളന്മാരുടെ പെരുന്ന ബന്ധവും പെരുന്ന പോപ്പിന്റെ പിണറായി സ്തുതിയും കൂട്ടി വായിക്കുന്നവരോട് പാടില്ല, മനസ്സിൽ പോലും അങ്ങനെന്ന് ചിന്തിക്കാൻ പാടില്ല. സ്വർണ്ണക്കൊള്ള പൊക്കി, ഇപ്പോ ആനത്തട്ടിപ്പും പിടിച്ചു. അടുത്തതിനി വഴിപാട് ടിക്കറ്റിലോ കളഭത്തിന്റെയോ കർപ്പൂരത്തിന്റെയോ കണക്കിലാവുമോ പുതിയ അഴിമതി എന്ന് കാത്തിരുന്ന് കാണാം.